വെറും നിലത്ത് ചുരുണ്ട് കൂടി കിടക്കുമ്പോൾ അവൻ്റെ സ്വരം ചെവിക്കുള്ളിലൂടെ വൈദ്യുതി പോലെ കടന്നുപോയി. ഹൃദയത്തിൽ ഒരു തിരയിളക്കം. നക്ഷത്ര കണ്ണുകൾ വലിച്ചു തുറന്നു. സ്വപ്നാണോ? വേദനയോടെ പുലമ്പി. നാച്ചൂട്ടാ. രണ്ടാമത്തെ വിളിയിൽ അവൾ നിലത്ത് നിന്ന് ചാടി പിടഞ്ഞെഴുന്നേറ്റു. ഇല്ല. ആദ്യേട്ടൻ വെപ്രാളത്തിൽ വാതിൽ ഭാഗത്തേക്ക് ഓടി. വിറയലോടെ ഓടാമ്പൽ ഇളക്കി. 2 ദിവസം ആഹാരം കഴിക്കാതെ കിടന്ന ശരീരം, കാലുകൾ കുഴഞ്ഞു. അപ്പാ, ആദർശേട്ടൻ വന്നു. പുലമ്പലോടെ വേച്ചു പോകുന്ന കാലുകൾ വലിച്ചു വെച്ച് മുന്നിലേക്ക് ഓടി. പാറി പറന്ന മുടിയിഴകളും കണ്ണിന് ചുറ്റും കറുപ്പ് പടർന്ന് വാടിത്തളർന്ന ഒരു രൂപം അകലെ ചുവരിൽ ചേർന്ന് നിൽക്കുന്നത് കണ്ണിലുടക്കുമ്പോൾ ആദർശിന്റെ ഹൃദയത്തിൽ നിന്നും ചോര പൊടിഞ്ഞു. നാച്ചൂട്ടാ, വാടാ. ഇരുകയും വിടർത്തി പിടിക്കുന്ന നിമിഷം അലറി വിളിക്കുന്ന പെണ്ണിന്റെ സ്വരം തളർച്ചയെല്ലാം മറന്ന് കാറ്റുപോലെ അവനിലേക്ക് പാഞ്ഞെടുത്തു. ചുറ്റിപ്പിടിച്ചു. ആദർശ് കണ്ണുകൾ മുറുകെ അടച്ചു. നാച്ചു നെഞ്ചിൽ അമർന്ന് മുറുകെ പിടിച്ചു നിൽക്കുന്ന പെണ്ണിനെ ഇരുകൈയും വെച്ചും പൊതിഞ്ഞു. മാഷിന്റെ മുഖത്ത് വല്ലാത്തൊരു തിളക്കം. കൃഷ്ണ, നീ കാത്തു, സന്തോഷത്തോടെ പറഞ്ഞു. നക്ഷത്ര, എന്താ ഇത്? അകത്ത് കയറിപ്പോടി. ജഗൻ രൂക്ഷമായി നേത്രയെ നോക്കുമ്പോൾ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ദേഷ്യത്തിൽ പറഞ്ഞു. ആദ്യേട്ടാ. അവന്റെ പിൻഭാഗത്തെ ഷർട്ടിൽ അള്ളി പിടിച്ചു. മുഖം നെഞ്ചിലിട്ട് ഉരുട്ടി. നാച്ചൂട്ടാ, എൻ്റെ നാച്ചു, പോകണ്ടാട്ടോ. ആദ്യേട്ടൻ ഒപ്പമുണ്ട്. അവൻ്റെ ഉറച്ച സ്വരം. അവൾ തല പതിയെ ഉയർത്തി. അപ്പ പോയി ഞാൻ, വിങ്ങലോടെ പറയുമ്പോൾ ചുവന്ന് തുടുത്ത ചുണ്ടുകൾ ഒന്ന് വിതുമ്പി. ആദർശിന്റെ തല താഴ്ന്നു. മുന്നിൽ തങ്ങളെ മാത്രം നോക്കി നിൽക്കുന്ന മുഖങ്ങളെ മറന്നുകൊണ്ട് അവളുടെ നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ ചേർത്തു. ജഗന്റെ കണ്ണുകൾ കുറുകി. എടാ, വിടടാ അവളെ. ഉച്ചത്തിൽ അവന്റെ ശബ്ദമുയർന്നു. ചുണ്ടുകൾ അടർത്തി മാറ്റാതെ ആദർശിന്റെ നോട്ടം ജഗന്റെ മുഖത്ത് പതിച്ചു. അവൻ പാഞ്ഞു വന്ന് നക്ഷത്രയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. പേടിയോടെ ആ പെണ്ണിന്റെ ഉടൽ വിറയ്ക്കുന്നതറിഞ്ഞ നിമിഷം ആദർശ് കടപ്പല്ല് കടിച്ചു ഞെരിച്ചു. വലം കൈയിൽ നക്ഷത്രയെ ചേർത്ത് പിടിച്ച് ഇടം കൈ ജഗന്റെ കഴുത്തിൽ മുറുക്കി. വിടടാ എൻ്റെ പെണ്ണിനെ. വലത് കാൽ ഉയർത്തി അവന്റെ കാൽമുട്ടിൽ ആഞ്ഞു ചവിട്ടി. ജഗൻ പിന്നിലേക്ക് മറിഞ്ഞു. ചുവരിൽ ചെന്ന് ഇടിച്ചു നിന്നു. ഹ, പൊളിച്ചു. വേണിയുടെ ചുണ്ടിൽ ചിരി ഊറി. വേണി. ആദർശിന്റെ ഉറച്ച സ്വരം. അവൻ അരികിലേക്ക് വന്നു. നാച്ചൂട്ടാ, ചെല്ല്. വാ നക്ഷത്ര. വേണി അവളുടെ തോളിൽ പിടിച്ചു. ആദ്യേട്ടാ, എൻ്റെ അപ്പയെ കൊന്നതാ അയാള്. എൻ്റെ അപ്പ ഒരുപാട് വേദനിച്ചു. ജഗന് നേരെ നക്ഷത്രയുടെ ചൂണ്ടുവിരൽ നീണ്ടു. നാച്ചൂട്ടൻ ചെല്ല്. ഇതിന് ഒരു പരിഹാരം കണ്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. നക്ഷത്രയെ തന്നിൽ നിന്നും അകത്തി വേണിക്ക് അരികിലേക്ക് ചേർത്ത് നിർത്തി. മാഷേ. അന്താളിപ്പോടെ നിൽക്കുന്ന മാഷിന്റെ മുഖത്തേക്ക് നോക്കി. തുടങ്ങുവാ ഞാൻ. തെറ്റില്ലെന്ന വിശ്വാസം. മാഷിന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. എൻ്റെ പെണ്ണിന്റെ നേർക്ക് ഇനി നിന്റെ കൈ ഉയരാൻ ഞാൻ സമ്മതിക്കില്ല. ഉറച്ച ആദർശിന്റെ സ്വരം. ജഗൻ ചിരിച്ചു. അതിന് നീ ജീവനോടെ വേണ്ടേ? ഈ ഇല്ലം വിട്ട് നീ പുറത്തേക്ക് പോകില്ല. ഉറക്കെ പറഞ്ഞ് ജഗൻ ആദർശിന് നേരെ പാഞ്ഞെടുത്തു. വേണ്ട ജഗേട്ട. നേത്ര അവനെ മുറുകെ പിടിച്ചു. എനിക്കും ലച്ചുമോൾക്കും ജഗേട്ട മാത്രമേ ഉള്ളൂ. പോലീസ് കേസും മറ്റുമായാൽ പേടിയാവുക. കരച്ചിലോടെ പറയുന്നവളെ നോക്കി അവൻ ചിരിച്ചു. നിനക്ക് ജഗനെ പറ്റി അറിയില്ല. എന്നെ പുറത്തിറക്കാൻ ആൾ വരും. ആരും പ്രതീക്ഷിക്കാത്ത ആൾ. പല്ല് കടിച്ച് പിടിച്ച് പറഞ്ഞ് നേത്രയെ പിടിച്ച് പിന്നിലേക്ക് തള്ളി. ആദർശ് ചിരിച്ചു. ജഗന്റെ വലത് കൈ അവന് നേർക്ക് ഉയരുന്ന നിമിഷം ആദർശിന്റെ കൈ ജഗന്റെ നെഞ്ചിൻ കൂടിൽ ശക്തിയിൽ പതിച്ചു. വേദനയോടെ അവൻ പിന്നിലേക്ക് ആഞ്ഞു. മുഖമടച്ച് അടി വീണു. തിരിച്ച് പ്രതികരിക്കും മുന്നേ ജഗന്റെ ഇരുകൈയും പിന്നിലേക്ക് വളച്ചു പിടിച്ചു. ഞാൻ ആരാണെന്ന് ജഗൻ അറിയില്ല. അറിയിച്ചു തന്നിട്ടേ ഇനിയൊരു മടക്കമുള്ളൂ. കീഴ്ത്താടിയിൽ കൈമുഷ്ടി ചുരുട്ടിയിടിച്ചതും പല്ലുകൾ തമ്മിൽ കൊരുത്തു. ഉറക്കെയുള്ള ജഗന്റെ നിലവിളി ശബ്ദമുയർന്നു. ശരീരം ആസകലം അടിയും ഇടിയും പതിച്ചു. അയ്യോ, എൻ്റെ ജഗേട്ടൻ. പേടിയോടെ ചുവരിൽ ചാരി നിന്ന നേത്ര ആദർശിന് അരികിലേക്ക് ഓടി. വായിൽ നിന്നും കൊഴുത്ത ചോര പുറത്തേക്ക് ഒഴുകുമ്പോൾ ഒരു മുരൾച്ചയോടെ ജഗൻ ആദർശിന്റെ കൈപ്പിടിയിൽ നിന്നും ഊർന്നു നിലത്തേക്ക് വീണു.
ഒന്നും ചെയ്യല്ലേ, എൻ്റെ ജഗേട്ടൻ പാവാണ്. നിലത്തിട്ട് ചവിട്ടി ചതയ്ക്കുമ്പോൾ ആദർശിൻ്റെ കാലിൽ പിടിച്ചു. എഴുന്നേൽക്ക്. അവൻ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. എഴുന്നേൽക്കടി. ഉറക്കെ പറയുമ്പോൾ നേത്ര പേടിയോടെ എഴുന്നേറ്റു. ചെന്നിയിലെ ഞരമ്പുകൾ ഉയർന്നു പൊങ്ങി, മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് മുന്നിൽ നിൽക്കുന്ന രൂപം. നേത്രയുടെ ശരീരം ആലില പോലെ വിറച്ചു. എന്തേ, ഇപ്പോൾ നിനക്ക് വേദനിക്കുന്നുണ്ടോ? അനുജത്തെ ഉപദ്രവിക്കാൻ പോയപ്പോഴും അച്ഛനെ അടിച്ച് ചതച്ചപ്പോഴും ആ മനുഷ്യൻ നെഞ്ച് പൊട്ടി മരിച്ചപ്പോഴും എന്തേ വേദനിച്ചില്ലേ? കടുപ്പിച്ച് അവൻ ചോദിക്കുമ്പോൾ വേണി ചിരിച്ചു. അത് തന്നെ, അങ്ങനെ ചോദിക്കണം ചേട്ടാ. ഇതിനു മുൻപ് അച്ഛനെ അടിക്കുമ്പോഴും ഈ സ്ത്രീ നോക്കി നിന്നിട്ടുണ്ട്. വൃത്തികെട്ടവര്, മക്കൾക്ക് തന്നെ അപമാനം. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വേണി പറയുമ്പോൾ നക്ഷത്ര ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. വേണി, എൻ്റെ അപ്പേ. നിന്നോട് പറഞ്ഞില്ല. കണ്ണിൽ നിന്നും നീർമുത്തുകൾ അനുസരണയില്ലാതെ ഒഴുകിയിറങ്ങി. ആദർശി തിരിഞ്ഞ് നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചിയാണ് അമ്മയ്ക്ക് സമം. പക്ഷേ നീ കാരണമാ എൻ്റെ പെണ്ണ് കരയുന്നത്. അതിന് എന്തേലും തരാതെ പോയാൽ സത്യം എനിക്കൊരു സമാധാനം കിട്ടില്ല. ആദർശിൻ്റെ കൈ നേത്രയുടെ കവിൾത്തടത്തിൽ പതിച്ചു. അവൾ നിന്ന നിൽപ്പിൽ ഒന്ന് ചരിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു. തല ഉയർത്തി ആദർശിനെയും ഹാളിൻ്റെ ഒരു സൈഡിലായി എല്ലാം കണ്ടു നിൽക്കുന്ന മാഷിനെയും വേണിയെയും അവളെ മുറുകെ പിടിച്ച് കരയുന്ന നക്ഷത്രയെ നോക്കി. ഇത് നിനക്ക് മുന്നേ വാരിര് തന്നിരുന്നേൽ നീ നന്നാവുമായിരുന്നു. പക്ഷേ ആ മനുഷ്യന് മകളെ ജീവനായിരുന്നു. അതുകൊണ്ടാ ഒന്ന് നുള്ളിപ്പോലും നോവിക്കാതിരുന്നത്. അതിന് നീ എന്താ കൊടുത്തത്? വേദനകൾ മാത്രം. പുച്ഛത്തോടെ മുന്നിലേക്ക് വരുന്ന മാഷിനെ കാണുമ്പോൾ അവൾ ചുവരിൽ ചാരി തല താഴ്ത്തി പിടിച്ചു. നീ നോക്കിക്കോടാ, ഇവിടെ നിന്നും ഞാനൊന്ന് എഴുന്നേറ്റോട്ടെ. ജഗൻ പല്ല് കടിച്ച് വേദന അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അതിന് നിന്നെ ഇങ്ങനെ വിടുന്നില്ലല്ലോ. ആദർശ് ഒരു താളത്തിൽ പറഞ്ഞ് മാഷിനെ നോക്കി. മാഷേ, ഇവനെ ഇങ്ങനെ വിട്ടാൽ എന്തോ ശരിയാവില്ല എന്ന് തോന്നുന്നു. വേണ്ട മോനെ, പോലീസ് കേസോ മറ്റോ ആയാൽ നക്ഷത്ര മോൾക്ക് ആരുമില്ല. വേണ്ട, വിട്ടേക്ക്. മാഷ് പറയുമ്പോൾ ആദർശ് ചിരിച്ചു. എൻ്റെ മാഷേ, പോലീസ് സ്റ്റേഷനിൽ കയറുന്ന അടുത്ത നിമിഷം ഞാൻ പുറത്തിറങ്ങും. അതിന് ആൾ പറന്നെത്തും. ലോറി ഡ്രൈവറെ ഇറക്കാൻ ആളുള്ളപ്പോൾ ആദർശ് മേനോനും ആള് വരും. ആരും പ്രതീക്ഷിക്കാത്ത ആൾ. പരിഹാസ ചിരിയോടെ രൂക്ഷമായി ജഗനെ നോക്കി. 16 ദിവസം അപ്പയുടെ ചടങ്ങ് കഴിയുന്നത് വരെ എൻ്റെ പെണ്ണ് ഇവിടെ ഈ വീട്ടിലുണ്ടാകും. നിന്റെ കൈ നാച്ചുവിൻ്റെ നേർക്ക് ഉയരാതിരിക്കാൻ എന്താ ചെയ്യാം? ആലോചനയോടെ ആദർശ് എഴുന്നേറ്റു. അവൻ്റെ ചുണ്ടിൽ ഗൂഢമായ ചിരി വിരിയുമ്പോൾ ജഗൻ പേടിയോടെ നിലത്തു നിന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങിയ നിമിഷം അവൻ്റെ വലത് കൈ പിന്നിലേക്ക് തിരിച്ചു. അസ്ഥികൾ പൊട്ടുന്ന ശബ്ദം. ജഗൻ്റെ അലറിക്കരച്ചിൽ ഉയർന്നു. തൊട്ടടുത്ത നിമിഷം വലത് കാലും തിരികെ ഒടിച്ചിരുന്നു. നിലത്ത് കിടന്ന് അവനൊന്ന് പിടച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ അലറിക്കരഞ്ഞു. കരയിൽ 16 ദിവസം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ പെണ്ണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയായത്. ഉറക്കെ കരയുന്ന ജഗനെ പുച്ഛത്തോടെ നോക്കി തിരിഞ്ഞു. നക്ഷത്രയ്ക്ക് അരികിലേക്ക് നടന്നു. നാച്ചൂട്ടാ. പതിയെ വിളിക്കുമ്പോൾ കണ്ണുകൾ തുറക്കാതെ ആ വിരിഞ്ഞ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു. അവളെ ചേർത്ത് പിടിച്ചു. പാറി പറന്നു കിടക്കുന്ന മുടിയിഴകൾ പിന്നിലേക്ക് ഒതുക്കി വെച്ചു. മാഷേ, ഞാനിപ്പോൾ പോകും. 16 ചടങ്ങിന് വരും എൻ്റെ പപ്പയും കൂട്ടി. അന്ന് നാച്ചുവിനെ കൂടെ കൊണ്ടുപോകും. അതുവരെ നക്ഷത്രയ്ക്ക് കൂട്ടായി വേണി ഇവിടെ വേണം. ആരും ഒന്നും പറയില്ല. പറഞ്ഞാൽ. ആദർശ് തിരിഞ്ഞ് നേത്രയെയും പേടിയോടെ നിൽക്കുന്ന ബന്ധുക്കളെയും നോക്കി. ശരി മോനെ, മാഷ് സന്തോഷത്തോടെ പറഞ്ഞു. ആദർശ് വേണിയുടെ മുഖത്തേക്ക് നോക്കി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ നിമിഷം എന്നെ വിളിക്കണം. ഞാൻ എത്തിയിരിക്കും. വിളിക്കാം. ചിരിയോടെ വേണി പറയുമ്പോൾ ആദർശ് നക്ഷത്രയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. സോറി മോളെ, എന്നെ ആവശ്യമുള്ള സമയത്ത് അരികിലുണ്ടാവാൻ കഴിഞ്ഞില്ല. ഇനി ഇത് ആവർത്തിക്കില്ല കേട്ടോ. ഞാൻ കൊണ്ടുപോയിക്കോളാം. അവളുടെ മുഖം ഇരു കൈയിലും വാരിയെടുത്ത് പറയുമ്പോൾ കണ്ണുകൾ മഴയായി പെയ്തുകൊണ്ടേയിരുന്നു. അപ്പ. അവൾ വിരൽ ചൂണ്ടി. നക്ഷത്രയെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് പടിക്കെട്ടുകൾ ഇറങ്ങി. ഞാൻ കണ്ടിരുന്നു. ആദ്യം വന്ന് അനുവാദം ചോദിച്ചു.
ഈ മകളെ എനിക്ക് തരാൻ പറഞ്ഞു. സമ്മതിക്കുകയും ചെയ്തു. ആദ്യേട്ടാ, സംശയത്തോടെ ആദർശിൻ്റെ കണ്ണിലേക്ക് നോക്കി. സത്യം, ഈ പൊന്നുമോളെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പ സമാധാനമായി ഇവിടെ ഉറങ്ങട്ടെ. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് മറ്റൊരു ലോകത്തിരുന്ന് അപ്പ കാണും. ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത സന്തോഷം, സമാധാനം ആ പാവത്തിന് കിട്ടണ്ടേ നാച്ചു? അവൻ്റെ ചുണ്ടുകൾ വാത്സല്യത്തോടെ കവിൾത്തടത്തിൽ പതിച്ചു. വേണം, വിങ്ങലോടെ പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് കവിൾത്തടത്തെ നനയിച്ചു കൊണ്ടിരുന്നു. പാടില്ല, ഇനി കരയരുത്. അപ്പയ്ക്ക് സങ്കടമാവും. ഈ കണ്ണിൽ നിന്നും അവസാനമായി ഒഴുകിയിറങ്ങുന്ന നീർമുത്ത് ഇതായിരിക്കണം. അവൻ്റെ വിരലുകൾ കണ്ണുനീരിനെ തുടച്ചു നീക്കുമ്പോൾ ആദർശിൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു. എന്തേ, ചോദിക്ക്. മുന്നേ എല്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ അപ്പ എൻ്റെ ഒപ്പം ഉണ്ടാകുമായിരുന്നു അല്ലേ ആദ്യേട്ടാ? ഞാൻ ചെയ്തത് തെറ്റല്ലേ? ഏയ് അല്ല, എല്ലാം വിധിയാ. ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കാനുള്ള സമയം കഴിയുമ്പോൾ തിരികെ പോകണം. അങ്ങനെ അപ്പയും പോയി. നക്ഷത്ര അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. മുന്നേ വീശി അടിച്ച കാറ്റ് രണ്ടുപേരെയും തഴുകി കടന്നു പോകുമ്പോൾ ആദർശി ചിരിച്ചു. നല്ല ചന്ദനത്തിൻ്റെ മണം അല്ലേ നാച്ചു? എൻ്റെ അപ്പയാ, ഉറപ്പോടെ അവൾ പറഞ്ഞു. ജഗേട്ടാ, നിലത്ത് കിടക്കുന്നവനെ നേത്രയും ബന്ധുക്കളും ചേർന്ന് താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അയ്യോ, ഹോസ്പിറ്റലിൽ പോകാം. കരച്ചിലോടെ നേത്ര പറയുമ്പോൾ പുറത്തുനിന്നും അകത്തേക്ക് കയറി വന്ന ആദർശ് ഉറക്കെ ചിരിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇല്ലേൽ ചത്തുപോയാലോ? ഞാൻ ആംബുലൻസിന് പറയാം. പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലേക്ക് എടുത്തു. ആംബുലൻസ് ഇപ്പം വരും. വേദനയോടെ എരിവ് വലിക്കുന്ന ജഗന് മുന്നിലായി മുട്ടുകുത്തിയിരുന്നു. ഞാൻ ആദർശ് മേനോൻ. ദേ അത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. നാച്ചു കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. ഒടിഞ്ഞു തൂങ്ങിയ കയ്യിൽ അമർത്തി പിടിച്ചു. വേദനയോടെ ജഗൻ ചീറി. ഹാ, അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ. നാച്ചുവിൻ്റെ നേർക്ക് നിന്റെ ദുഷിച്ച കണ്ണു പതിച്ചാൽ ഈ കയ്യും കാലും എടുത്തതുപോലെ കണ്ണും ഞാനിങ് എടുക്കും. നീര് വന്ന് വീർത്ത കയ്യിൽ ശക്തിയിൽ പിടിച്ചു. അവനൊന്ന് ഞരങ്ങി. നാച്ചൂട്ടാ, ആദ്യേട്ടം പോവുക, ഉടനെ വരും കൂടെ കൂട്ടാൻ. അവളെ വാരി പിടിച്ച് നെഞ്ചിലേക്ക് അമർത്തി വെച്ച് പറയുമ്പോൾ മാഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ മാഷെ കരയുന്നേ? അത് മോനെ, സന്തോഷം കൊണ്ടാ. ആദർശ ചിരിയോടെ വേണിയെ നോക്കി തലകുലുക്കി. അവർ പുറത്തേക്ക് നടന്നു. സ്റ്റെപ്പുകൾ ഇറങ്ങി ആദർശ് ഒന്ന് നിന്നു. മാഷെ, പെട്ടെന്ന് വിളിച്ചു. വേണു മാഷ് അവൻ അരികിലേക്ക് ചെന്നു. എൻ്റെ ഒപ്പം ഒരു സ്ഥലം വരെ വരാൻ സാധിക്കൂ? ഹാ, വരാം മോനെ. എവിടെയാ? സംശയത്തിൽ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി. പറയാം മാഷ്, കയറ്. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഉമ്മറ കോലായിൽ നിൽക്കുന്ന പെണ്ണിനെ നോക്കി കൈവീശി. നക്ഷത്ര, ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ആള് പൊളിയാണ്. വേണി സന്തോഷത്തോടെ നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി. എന്താ പെണ്ണെ, നീ ഇതേവരെ കുളിച്ചൊന്നുമില്ലേ? ഒരു കോലമായി. പേടി. ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ വയ്യ വേണി. പെട്ടെന്ന് മുറ്റത്തൊരു ആംബുലൻസ് വന്നു നിന്നു. ജഗനെ സ്ട്രെച്ചറിൽ കിടത്തി. ഹാ, ഇത് സൂപ്പർ. പെട്ടെന്ന് എഴുന്നേറ്റ് വരണേ. ഇതിന് പ്രതികാരം വീട്ടണം. എന്നിട്ട് വേണം ജീവിതകാലം മുഴുവൻ ഒരേ കിടപ്പ് കിടക്കാൻ. സ്ട്രെച്ചറിൽ കിടക്കുന്ന ജഗന്റെ മുഖത്തേക്ക് നോക്കി വേണി പുച്ഛ ചിരിയോടെ പറഞ്ഞു. നീ നോക്കിക്കോടി, ഞാൻ വരും. ഹോ, വരണം. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ നക്ഷത്രയെ ഒന്ന് തൊടാൻ നിനക്ക് കഴിയില്ലെന്ന്. ഇന്നിപ്പോ ആണൊരുത്തൻ്റെ കയ്യിൽ ജഗൻ പടമായി. വേണി, നേത്രയുടെ ഉറക്കെയുള്ള സ്വരം. ഒന്ന് പോ പെണ്ണുമ്പിള്ളെ, നാണമില്ലാത്ത ജന്മം. വെട്ടിത്തിരിഞ്ഞ് നക്ഷത്രയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസാ. വാ പെണ്ണെ, നമുക്ക് പോകാം. നക്ഷത്രയും ചേർത്ത് പിടിച്ച് അവൾ അകത്തേക്ക് നടന്നു. മോനെ, എന്താ ഇവിടെ? ബുള്ളറ്റ് പോലീസ് സ്റ്റേഷൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് നിർത്തുമ്പോൾ മാഷ് സംശയത്തോടെ ചോദിച്ചു. മാഷ് ഇറങ്ങ്, പറയാം. മാഷിന് SI അറിയാം എന്നല്ലേ പറഞ്ഞത്? അകത്തേക്ക് നടക്കുന്ന കൂട്ടത്തിൽ ആദർശി ചോദിച്ചു. ഹാ, അറിയാം. ഞാൻ പഠിപ്പിച്ച കുട്ടിയാ, പ്രശാന്ത്. എനിക്ക് SI ഒന്ന് കാണണം മാഷേ. ഒരു കാര്യം ചോദിച്ചറിയാനുണ്ട്. എന്താ വേണ്ടേ? ഒരു കോൺസ്റ്റബിൾ മുന്നിലേക്ക് വന്നു. SI സാറിനെ ഒന്ന് കാണാനാ. വേണുമാഷാണ് എന്ന് പറഞ്ഞാൽ സാറിനറിയാം. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് കോൺസ്റ്റബിൾ അകത്തേക്ക് നടന്നു.
മാഷേ. തൊട്ടടുത്ത നിമിഷം SI പ്രശാന്ത് ഓഫീസ് റൂമിന് പുറത്തേക്ക് വന്നു. സോറി മാഷേ, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രശാന്ത് മാഷിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. സാരമില്ല കുട്ടി, എല്ലാം വിധിയാണ്. പ്രശാന്തിൻ്റെ നോട്ടം ആദർശിലുടക്കി. ഇതാരാ മാഷേ? ഞാൻ ആദർശ് മേനോൻ, ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്. ഇവിടെ വന്നിട്ട് 3 വർഷമാകുന്നു. ഡിഗ്രി 3rd ഇയർ. നക്ഷത്രയും ഞാനും ഇഷ്ടത്തിലാണ്. കുട്ടിക്ക് സാറിനോട് എന്തോ ചോദിച്ചറിയാനുണ്ടത്രേ. മാഷു പറയുമ്പോൾ പ്രശാന്ത് ചിരിച്ചു. ഈ കേസിനെ കുറിച്ചാവും അല്ലേ? അതെ. ആദർശിൻ്റെ കടുത്ത സ്വരം. പ്രശാന്ത് ചുറ്റും കറങ്ങി നോക്കി. നമുക്കൊന്ന് പുറത്തേക്ക് നിന്നാലോ? ഇവിടെ അത്ര സേഫ് അല്ല. ഓ ഷുവർ സാർ. ആദർശ് മുന്നേ നടന്നു. പ്രശാന്തും മാഷും പിന്നാലെയും. മതിൽക്കെട്ടിന് പുറത്ത് 3 പേര് നിന്നു. എന്താ ആദർശിനെ അറിയാനുള്ളത്? ജഗനെ ഒരു രാത്രിക്ക് രാത്രി പുറത്തിറക്കിയ ആ വ്യക്തി ആര്? ആദർശിൻ്റെ ചോദ്യം. ആളാരാണ് എന്നെനിക്കറിയില്ല. കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. അതും അറസ്റ്റ് ചെയ്ത് തൊട്ടടുത്ത നിമിഷം. മേലുദ്യോഗസ്ഥൻ്റെ ഓർഡർ അനുസരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായില്ല. ജഗൻ ഒരു ലോറി ഡ്രൈവർ മാത്രമല്ലേ സാർ? പിന്നെ എങ്ങനെ അറസ്റ്റിലായ വിവരം ഇത്ര പെട്ടെന്ന് അറിഞ്ഞത്? സംശയത്തോടെ ആദർശിൻ്റെ നോട്ടം പോലീസ് സ്റ്റേഷന് അകത്തേക്ക് നീണ്ടു. മോനെ, അവൻ ഒരുപാട് കൂട്ടാളികളുണ്ട്. ആ നാട്ടിൽ ഒരു ഈച്ച പറന്നാൽ വരെ അവൻ അറിയും. മാഷ് പറയുമ്പോൾ ആദർശ് ആലോചനയോടെ ബുള്ളറ്റിൻ്റെ മിററിൽ അമർത്തി പിടിച്ചു. ആദർശിന് ആ വ്യക്തി ആരാണ് എന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് കുറച്ച് സാവകാശം തന്നാൽ ഞാൻ ഡീറ്റെയിൽസ് എടുത്തു തരാം. പ്രശാന്ത് പറയുമ്പോൾ അവൻ്റെ മുഖം വിടർന്നു. വേണം സാർ, അയാളെ അറിയണം എന്ന് മനസ്സ് പറയുന്നു. മാഷിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് ഞാൻ ചെയ്യും, ധൈര്യമായി പൊയ്ക്കോളൂ. പ്രശാന്തിൻ്റെ കടുത്ത സ്വരം. ഇത് എൻ്റെ കാർഡാണ് സാർ, വിളിച്ചാൽ മതി. SIയുടെ കണ്ണുകൾ കാർഡിലൂടെ ഒന്ന് ഓടി നടന്നു. ആനന്ദ് കൺസ്ട്രക്ഷൻ. പ്രശാന്തിൻ്റെ ചുണ്ടുകൾ ചലിച്ചു. പപ്പയുടെ ഓഫീസാണ്. ചിരിയോടെ പറഞ്ഞ് അവൻ ബുള്ളറ്റിലേക്ക് കയറി. പിന്നാലെ മാഷും.